എന്റെ പരസ്യം പോലെ രഹസ്യ ജീവിതം നന്നാക്കി തരണേ അല്ലാ. പോരാതിനേക്കാൾ ഖൈറാക്കണേ അല്ലാ. സഹോദരങ്ങളെ, നമുക്ക് പരസ്യ ജീവിതം നമ്മൾ മാന്യതയുടെ പേരിൽ പലരും മുത്തഖീങ്ങളാകും. എന്നാൽ അവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോകുമ്പോ അവിടെയാണ് മഹാനായ കോട്ടുപ്പ വിജയിച്ചത്. കോട്ടുപ്പ ചെറിയ പ്രായത്തിൽ കല്യാണം പോലും കഴിക്കാതിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു മസ്താനോടൊപ്പം നാടുവിട്ട മനുഷ്യനാണ്. സിലോണിലെ, ശ്രീലങ്കയിലെ സിലോൺ മലയുടെ അടിഭാഗത്തുള്ള ജഫാൻ എന്ന് പറയുന്ന മഹത്തായ ഒരു വലിയ കിണറിനകത്താണ് കയറിയിരുന്നിട്ട് അദ്ദേഹം പരിശുദ്ധമായ ഈ സംസ്കരണത്തിന്റെ, ആത്മസംസ്കരണത്തിന്റെ, തസവ്വുഫിന്റെ ആ ഒരു വലിയ മർത്തബയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് റിയാള വീടുന്നത് അവിടെയാണ്. ചിന്തിക്കണം നമ്മൾ, എവിടെയാണ്? ഇവിടെ നിന്ന് എത്രയോ കിലോമീറ്ററുകൾക്കപ്പുറത്ത് സഹോദരങ്ങളെ, പാമ്പം പാലത്തിൽ നിന്ന് ഒരു ചെറിയ ദൂരദർശിനി വെച്ച് നോക്കിയാൽ അങ്ങ് സിലോണിന്റെ ഏതോ ഒരു ചെറിയ ഭാഗം നമുക്ക് കാണാൻ പറ്റുമത്രേ. പക്ഷെ ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു, ഇന്ന് ശ്രീലങ്കയുടെ ഭാഗമാണ് സിലോൺ. ആ സിലോണിലെ ജഫാൻ എന്ന് പറയുന്ന ഒരു വലിയ കിണറിന്റെ ഭാഗത്തിരുന്ന് റിയാള വീടുമ്പോ കൊല്ലങ്ങളോളം ആരാണ് അദ്ദേഹത്തിനെ തിരിച്ചറിയുക? ആരാണ് അദ്ദേഹത്തിനെ മനസ്സിലാക്കുക? ഒറ്റക്കിരിക്കുമ്പോ നന്നാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ മഹാന്മാരായത്. ഈ ദുനിയാവ് നമ്മൾ മോശമെന്ന് പറയുമല്ലോ. ആര് പറഞ്ഞു മോശമെന്ന്? ദുനിയാവ് പോലെ നല്ലത് വേറെ എന്തെങ്കിലുമുണ്ടോ? ഉഖ്റവിയായ ആലിമീങ്ങളായ ദുനിയാവിലല്ലേ? സൂഫിയാക്കള് തസവ്വുഫിന്റെ മേഖലയിലെത്തിയത് ദുനിയാവിലല്ലേ? ഔലിയാക്കളായത് ഈ ദുനിയാവിൽ വെച്ചല്ലേ, സ്വർഗത്തിൽ വെച്ചല്ലോ. ഈ ദുനിയാവ് മോശമാണെങ്കിൽ അള്ളാഹു നമുക്ക് തരുവോ? പക്ഷെ വേണ്ട വിധം നമ്മൾ കൈകാര്യം ചെയ്യാത്തതിന്റെ കുഴപ്പമാണത്. അതുകൊണ്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ നിന്നാകാൻ നമുക്ക് കഴിഞ്ഞാൽ അല്ലാഹു പറയുകയാണ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. ഇന്ന് നമ്മൾ ഓതിയ സൂറയാണിത്, സൂറത്തുൽ മുൽക്ക്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലാഹു തആല ആർക്കാണ് സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? ആർക്കാണ് പാപമോചനം കൊടുക്കുന്നതെന്നറിയോ? യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അല്ലാഹുവിനെ മറഞ്ഞിരുന്ന് സ്വകാര്യതയിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുക. അള്ളാഹു നമുക്ക് ആ വലിയ ഭാഗ്യം തരട്ടെ. ഒറ്റക്കിരിക്കുമ്പോ നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുമോ? അങ്ങനെ നിങ്ങൾക്ക് കുറെ തിന്മകളില്ലേ, ആരും അറിയാത്ത? എന്റെ വിഷയം അതാണ്, ഇതല്ല എന്റെ വിഷയം. ഞാനത് നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് സുബൈർ ബിൻ അൽ അവ്വാം തങ്ങളുടെ വാക്കിൽ നിന്ന് ഞാൻ അല്പം തെറ്റി ഒന്നിങ്ങോട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്വകാര്യ തിന്മകൾ നമ്മുടെ ജീവിതത്തെ ത്രസിപ്പിക്കും പോലെ ഏറ്റവും നല്ല സുഖം ഏതെന്നറിയോ? ഏതാണ്? ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന തിന്മയേക്കാൾ നമുക്കൊരു സുഖം ആരും കാണാതെ നമ്മൾ ചെയ്യുന്ന നന്മയാണ്. ചെയ്യുന്ന തിന്മയേക്കാൾ ഏറ്റവും ഗുരുതരമായ ശിക്ഷ ഏതിനാണ്? നമ്മളിപ്പോ കള്ളു കുടിച്ചു, ഒരു ഉദാഹരണം പറയണം, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കള്ളൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ ഇപ്പൊ? മറ്റല്ല, അത് അടിച്ചു, ഏത് ഇഞ്ചക്ഷൻ അടിച്ചു, അതും മാറി. ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഇപ്പോഴത്തെ വലിയ നിലയിലാണ്. കാരണം മദ്യപാനിയുടെ ദുർഗന്ധം വമിക്കുന്ന ആ നാറ്റം ഉണ്ടാവൂല, അതുപോലെ തന്നെ ഒന്നും ഉണ്ടാവൂല. കുട്ടികൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോ സഹോദരിമാരൊക്കെ സൂക്ഷിക്കണം. നിങ്ങളൊക്കെ നിങ്ങളുടെ പെൺമക്കളെ അടിമുടി 1000 കണ്ണുകൾ കൊണ്ട് നിങ്ങൾ പരിശോധന നടത്തണം. നല്ല സ്കാനറായി നിങ്ങൾ മാറണം. നിങ്ങളുടെ മക്കളെ നന്നായിട്ട് നിങ്ങൾ നോക്കണം, ഇല്ലെങ്കിൽ കൈവിട്ട് പോകും. ഇനിയിപ്പോ എന്നിട്ട് പിന്നെ ഉസ്താനത്തെ നൂലോതി തരാൻ പറഞ്ഞ പിന്നെ ഈ ചങ്ങലിട്ട് ഓതിയാ പോലെ നിൽക്കൂല. പിന്നെയല്ലേ ഒരു 3 രൂപയുടെ ചരടിൽ നിൽക്കുന്നത്. ചങ്ങലയിട്ട് ഓതിയാ പോലും പിന്നീട് നിൽക്കൂല. അതായിപ്പോയി. നാവിനടിയിൽ ഒട്ടിക്കുക, കണ്ണിൽ ഒരു തുള്ളി ഒഴിക്കുക, ഇങ്ങനെയൊക്കെയാണ് പലതും. അപ്പൊ ഈ പറയുന്ന രീതിയിലൊക്കെ കഞ്ചാവും അതിന് സമാനമായ മയക്കുമരുന്നിലേക്ക് എത്തപ്പെട്ടു പോയി. നമുക്കിപ്പോ ആരും കാണാതെ ഒരു ഗ്ലാസ് മദ്യം കുടിക്കണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ നമ്മൾ കുടിക്കാൻ വേണ്ടി, നിങ്ങൾ ശ്രദ്ധിക്കണേ,
എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കണം. ഈ ഒരു ഗ്ലാസ് കള്ള്, ആ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ട് കള്ളൊരു ഉദാഹരണം പറയാണ്. എപ്പോഴും എവിടെയും പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണല്ലോ. ഇപ്പോ നമുക്ക് വേറെ ഉദാഹരണങ്ങളൊക്കെ പറയാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന ഉദാഹരണങ്ങൾ നമുക്ക് പറയാറുണ്ട്. പക്ഷെ അത് വേണ്ട, പുരുഷന്മാരെ തന്നെ നമ്മൾ തന്നെ അത് ഏറ്റെടുക്കുകയാണ്. കള്ള്, ഒരു ഗ്ലാസ് കള്ള് കുടിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. നമുക്ക് വലിയ വിഷമമായി. ഇന്നത്തെ കാര്യം തീർന്നു, ഇന്ന് കുടിക്കാനും പറ്റൂല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് എന്താ? ഈ കള്ള് കുടിക്കുക എന്ന തിന്മയുടെ ശിക്ഷയേക്കാൾ കഠിനമാണ് അത് കുടിക്കാൻ കഴിയാത്തതിന്റെ പേരിലുള്ള ദുഃഖം. നിസ്സാരമാണോ? നമ്മൾ നോക്കുമ്പോ ആരും ഇല്ല നമ്മുടെ ചുറ്റും. കൂട്ടുകാരൻ ഒരു ഗ്ലാസ് ഒഴിച്ചിങ്ങോട്ട് തന്നു, അതങ്ങോട്ട് കുടിച്ചപ്പോ ഒരു മനുഷ്യൻ കണ്ടില്ല. ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം ചെയ്ത തെറ്റിനേക്കാൾ ഭീകരമാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും അറിയാതെ നമ്മൾ എന്തിനാണ് ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരാൾ അമൽ ചെയ്യുന്നതിന്റെ ഉദാഹരണം എന്തെന്നറിയോ? എന്താണ് അതിന്റെ ഉദാഹരണം? ഇവിടെ കല്ലൂരിലെ ഒരു വീട്ടിൽ ഒരാൾ ഇരിക്കുമ്പോ, ഈ മഞ്ഞമലയിലെയോ കല്ലൂരിലെയോ അല്ലെങ്കിൽ ഈ പ്രദേശത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ ഇരിക്കുമ്പോൾ അയാളുടെ മുന്നിലൂടെ ഒരു സഹോദരൻ ഒരു ബാഗ് നിറച്ച് എന്തോ സാധനങ്ങളുമായി പോകുന്നു. എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോലും മാമൻ ചന്തയിലേക്കാ പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കരുതുന്നത് എന്താണ്? ഇയാൾ മാമൻ ചന്തയിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ പോകട്ടെ, മകളെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ച് കല്യാണക്കുറി അടിച്ച ഏതെങ്കിലും ഒരു ഉമ്മ, ഒരു വാപ്പ എവിടെ പോകുന്നു? ഞാൻ ജുവല്ലറിയിലൊന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവര് പോയി. പക്ഷേ കയ്യിലിരിക്കുന്നത് ഒരു ചെറിയ റബ്ബർ ബാൻഡ് ഇട്ട് ചുറ്റി ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് കുറച്ച് കല്യാണക്കുറി എടുത്തു, അല്ലെങ്കിൽ കുറച്ച് ചരൽക്കല്ലെടുത്തു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ന്യൂസ് പേപ്പർ എടുത്ത് പൊതിഞ്ഞ് കയ്യിൽ വെച്ചു. എന്നിട്ട് റബ്ബർ ബാൻഡും ഇട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പോകുന്ന വഴിയിൽ ഒരാൾ ചോദിച്ചു, എങ്ങോട്ടാ? അത് ഞാൻ പോത്തങ്കോട് ജുവല്ലറിയിലൊന്ന് പോവാണ്, അല്ലെങ്കിൽ മംഗലപുരത്ത് ജുവല്ലറിയിൽ ഞാനൊന്ന് പോവാണെന്ന് പറഞ്ഞു. നമ്മൾ ന്യായമായിട്ടും പറയുന്ന എന്തായിരിക്കും? അയാൾ പോകുമ്പോ അടുത്തിരിക്കുന്ന ആളുടെ അടുത്ത് കൈ നിറച്ച് കാശ്, ഇയാള് സ്വർണം മൊത്തം വാങ്ങാൻ പോവാൻ മോളെ കല്യാണത്തിന്, അല്ലേ? പക്ഷെ കൈയിരിക്കുന്നത് കല്യാണക്കുറിയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ചുറ്റി വെച്ചതോ അല്ലെങ്കിൽ പോട്ടെ കുറെ ചരൽക്കല്ലോ ആണെന്നിരിക്കട്ടെ. അയാള് അവിടെ ചെന്നു സ്വർണം വാങ്ങിയാൽ, ഈ കല്യാണക്കുറി കൊടുത്താൽ സ്വർണം വാങ്ങുന്നതിന് പ്രതിഫലാവോ? ഈ ന്യൂസ് പേപ്പർ എടുത്ത് കൊടുത്താൽ പറ്റുമോ? ഈ കൊടുക്കുന്ന ഏതെങ്കിലും ചരൽക്കല്ല് അതിന് പകരമാവോ? ഇല്ല. ആകെയുള്ള നേട്ടം എന്താ? വരുന്ന വഴിയിൽ കുറച്ച് ആളുകൾ പറഞ്ഞു, എന്ത്? ഇയാള് പോകുന്നത് കയ്യിൽ നിറച്ച് പണവുമായിട്ടാണ് എന്ന പറച്ചിലല്ലാതെ വേറൊന്നുമില്ല. ഇതാണ് ആളുകൾ കാണുമ്പോൾ നമ്മൾ അമല് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സമ്മാനം. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ ഒന്നും നമുക്കുണ്ടാകൂല. അതുകൊണ്ട് ആരെയും നമ്മൾ കാണിക്കേണ്ട നിങ്ങൾക്കറിയുമോ? റോമൻ സാമ്രാജ്യത്തോട് പടപൊരുതാൻ വേണ്ടിയിട്ട് മുസ്ലിം സൈന്യം തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ചരിത്രം വിശാലമാണ്, പറയാൻ നമുക്ക് സമയമില്ല. ചരിത്രങ്ങൾ പറയലല്ലോ, പറയാനും പറയിപ്പിക്കാനും കേൾക്കാനും ആളുകളുണ്ട്. പക്ഷേ ചരിത്രങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. റോമൻ സാമ്രാജ്യവുമാകട്ടെ പടപൊരുതാൻ മുസ്ലിം സൈന്യം തയ്യാറായി നിൽക്കുമ്പോൾ, സഹോദരങ്ങളെ, റോമൻ സൈന്യത്തിൽ നിന്ന് കടന്നു വന്ന ഒരു ധിക്കാരിയായ ഒരു ശത്രുവിനേക്ക് ഒരു മുസ്ലിമായ ഒരു പ്രിയപ്പെട്ട ഒരു സേനാനായകന് ഓടിക്കയറുകയാ. എന്നിട്ട് അദ്ദേഹം ആ ശത്രുവിനെ വകവരുത്തുകയാണ്. വീണ്ടും അയാൾ ഇങ്ങോട്ട് മാറി നിൽക്കുമ്പോൾ ശത്രുക്കൾ വീണ്ടും എരച്ചു കയറുകയാ. ഈ മനുഷ്യൻ വീണ്ടും കടന്നു ചെന്നിട്ട് രണ്ടാമത്തെവനെയും കൊന്നുകളയുകയാണ്. മൂന്നാമത്തെ ആള് കൊടി പിടിച്ചുകൊണ്ട് റോമാ സാമ്രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വിശ്വാസികളിലേക്ക് എരച്ചു കയറുകയാ. മൂന്നാമതും ഇദ്ദേഹം ഓടിച്ചെല്ലുന്നു. എന്നിട്ട് അയാളെ വകവരുത്തുന്നു. ആ മൂന്ന് പേരെയും കൊന്നപ്പോൾ വിശ്വാസികളുടെ ഇടയിലാകെ ചർച്ചയായി, ഇതാരാണ്? ഈ വ്യക്തി ആരാണ്? ആർക്കും അറിയില്ല. കാരണം മുഖമൂടി ധരിച്ചിരിക്കുകയാണ്. ഒരു മുഖമൂടി ധരിച്ച ഒരാള് മൂന്ന് പേരെ ശത്രുക്കളിൽ നിന്ന് വകവരുത്തിയിട്ട് ഇതാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോ ആരോ വിളിച്ചു പറഞ്ഞത് വേറെ ആരുമല്ല, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആണത്രേ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആണത്രേ. ആളുകളെ വിളിച്ചു പറഞ്ഞപ്പോൾ
അദ്ദേഹത്തിനെ പറ്റിയിട്ട് ആളുകൾ പറഞ്ഞു, എന്തിനാണ് അദ്ദേഹം മുഖം മൂടി വെച്ചിരിക്കുന്നത്, എന്തിനാണ് അദ്ദേഹം മുഖം മറച്ചിട്ട് ഇവിടെ രണാങ്കണത്തിലേക്ക് വന്നത്? അതിന് മറുപടിയായി പറഞ്ഞത് എന്തെന്നറിയോ? ഞാൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടുമ്പോൾ, അള്ളാന്റെ ദീനിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പടപൊരുതുമ്പോ, ഞാനാണ് പടപൊരുതിയത്, ഞാനാണ് കൊന്നത് എന്ന് ആരും അറിയണ്ട. കാരണം എനിക്ക് എന്റെ റബ്ബിന്റെ അടുക്കലുള്ള പ്രതിഫലം മതി, എന്റെ നാഥനിൽ നിന്നുള്ള പ്രതിഫലം എനിക്ക് മതി. ആളുകൾ എന്നെ ധീരനെന്ന് പറയണ്ട, ആളുകൾ എന്നെ ധീരനെന്ന് പറയണ്ട. ഈ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പറ്റി ഇമാം അഹ്മദ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അതാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. ഇമാം അഹ്മദ് റഹിമഹുള്ള പറയുകയാണ്, റഫഅല്ലാഹു ഇബ്നുൽ മുബാറക് ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലാ. ഈ ഇബ്നു മുബാറക് ഉന്നതമായ ഉദാത്തമായ ശ്രേണിയിലേക്ക് എത്തപ്പെട്ടതിന്റെ കാരണമറിയോ? അത് വേറൊന്നുമല്ല, ഇല്ലാ ബിഖബീഅത്തിൻ കാനത് ലാ. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗോപ്യമായ അമലുകളാണ്, രഹസ്യമായ അമലുകളാണ്, സ്വകാര്യ നന്മകളാണ് അദ്ദേഹത്തിനെ ഈ നിലയിലേക്ക് എത്തിച്ചത് എന്ന് മഹാനായ ഇമാമുനാ അഹ്മദ് റഹിമഹുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ജീവിതത്തിൽ ചെയ്തതെന്താ? അവരാരും അറിയരുതെന്ന് ആഗ്രഹിച്ചു പോയി. ഇന്ന് മരണ വീട്ടിൽ പോയാലും മയ്യിത്താകണം, കല്യാണ വീട്ടിൽ പോയാ പുതിയ ആപ്പിളയാകണം നമുക്ക്, അല്ലേ? അതാണ് നമ്മളെ കൊതി. കല്യാണ വീട്ടിൽ പോയാൽ പുതിയ ആപ്പിള അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് ആപ്പിളയാവണം. മരണ വീട്ടിൽ പോയാൽ മയ്യത്തിനെ ചെവി തൂക്കിയെടുത്ത് എഴുന്നേപ്പിച്ച് കളഞ്ഞിട്ട് നമ്മൾ കിടക്കും. നമ്മളാണല്ലോ ശ്രദ്ധിക്കപ്പെടേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആളുകൾ നമ്മളെ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന, ആരാലും നമ്മൾ അമലുകൾ കാണട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? ഒന്നുമില്ല, കുറെ പറച്ചിലുകൾ മാത്രം. അതുകാണ് നമുക്കൊക്കെ ഇപ്പൊ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം നല്ല പ്രസംഗിക്കും, അദ്ദേഹം അല്ലെങ്കിൽ പ്രസംഗിക്കില്ല, അദ്ദേഹം നല്ല ഇബാദത്താണ്, അല്ലെങ്കിൽ ഇബാദത്ത് കുറഞ്ഞയാളാണ്. ഇങ്ങനെ 100,000 നല്ലതും മോശവുമായ വാർത്തകൾ കേൾക്കുമ്പോ നല്ലത് പറയുമ്പോ നമ്മൾ ചാടും, അല്ലാത്തത് പറയുമ്പോ വാടും. ഇതല്ലേ സംഭവിക്കുക? നല്ലത് പറയുമ്പോ നമുക്ക് നേട്ടം, മോശം പറയുമ്പോ നമുക്ക് കോട്ടം. ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതാണ് ഒരു മനുഷ്യന്റെ സ്വകാര്യ നന്മ. അള്ളാഹു നമുക്കത് സ്വായത്തമാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. 1 മണിക്കൂർ പിന്നിടുക. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമുക്ക് എന്ത് ചെയ്യാം അതിനെപ്പറ്റി വെറുതെ നമ്മൾ പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എന്ത് നമുക്കിനി ചെയ്യാം? എന്താ ഈ സ്വകാര്യ നന്മകൾ? എല്ലാം കൂടി പറയാൻ ഞാൻ വലിയ ആലിമൊന്നുമല്ല. ഉസ്താദുമാരോടൊക്കെ ചോദിച്ച് എഴുതിയെടുത്ത് വന്ന് നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നു മാത്രമേ ഉള്ളൂ. ഞാൻ എഴുതിക്കൊണ്ട് വന്നത്, ഞാൻ മനസ്സിലാക്കിയത് നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാം. എനിക്കറിയാത്തത് എത്രയോ നിങ്ങൾക്കറിയാം. എന്നെക്കാൾ എത്രയോ പ്രഭാഷകരാണ് എന്റെ പിന്നിലും ഒരുപക്ഷെ മുന്നിലും ഉള്ളത്. അള്ളാഹു നമ്മുടെയൊക്കെ ഇൽമിൽ അഭിവൃദ്ധി തരട്ടെ, ഇൽമിൽ തറക്കി തരട്ടെ. മരത്തിനകത്ത് കാ പിടിക്കുമ്പോ നമ്മൾ താഴോട്ടതിന്റെ ശിഖരങ്ങൾ വരും. എപ്പോഴും തലയെടുപ്പോടെ നെഞ്ചു വിരിച്ച് മുകളിലോട്ട് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ കായുണ്ടാവൂല. മാവില് മാങ്ങ പിടിച്ചാൽ ആ മാങ്ങയുടെ വലിപ്പവും ആ മാങ്ങയുടെ എണ്ണവും അനുസരിച്ച് അതിന്റെ ശിഖരം താഴേക്ക് വരും, അല്ലേ? ഇതൊന്നും ഇല്ലെങ്കിൽ ഒരൊറ്റ പോക്ക ഇങ്ങനെ, അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൂടുതൽ പഠിക്കുമ്പോ കൂടുതൽ വിനയത്തിലേക്ക് അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സ്വകാര്യ നന്മകൾ, ഉറക്കം വരുന്നില്ലല്ലോ, വരുന്നില്ലേ? അള്ളാഹു നമുക്ക് സ്വകാര്യ നന്മകൾ ചെയ്യാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിൽ ഒന്നാമത്തേത്, 1-2 ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഓരോന്നും മനസ്സിലാക്കിക്കോളി. ഇന്നത്തെ രാത്രി മുതൽ അമൽ ചെയ്യാൻ, ഇന്നത്തെ രാത്രി മുതൽ നമുക്കിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ഒരു പ്രസംഗം നിങ്ങളുടെ മുന്നിൽ നടത്തിയെന്ന് പറയാനല്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ പ്രഭാഷകന്മാർ, ഉസ്താദുമാരൊക്കെ ഉള്ളപ്പോൾ റാസി വാക്കവിയുടെ കാര്യം നേരത്തെ ഞാൻ വിട്ടുപോയി. അതങ്ങനെയാണ്. തൊട്ടപ്പുറത്തുള്ള ആളിനെ കല്യാണം പറയാൻ വിടും. തലേ ദിവസമാണ് നമ്മൾ അവര് കയറിയില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അറിയുന്നത്, പടച്ചോനെ അവരുടെ നമ്മൾ പറഞ്ഞില്ലല്ലോ. കാരണം എപ്പോഴും മുഖത്ത് വെക്കുന്നവരെയാണല്ലോ. അള്ളാഹു വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ പിന്നെ അദ്ദേഹം റാസി വാക്കവി എത്ര പെട്ടെന്നാണ് നമ്മൾ ഇന്ന് പോയെന്നൊക്കെ പലരും പറഞ്ഞതാണ്. കാരണം അങ്ങനെ ആയിരുന്നു. അങ്ങനെ ഇപ്പോഴും നിലവിൽ ആശുപത്രി കിടക്കുന്ന പലരും ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ, എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ ഞാനും സഫീർ ഉസ്താദും അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഈ തിരുവനന്തപുരം ജില്ലയിൽ പ്രത്യേകിച്ച് നെടുമങ്ങാട് താലൂക്ക്, അതിലും പ്രത്യേകിച്ച് നമ്മുടെ 2-3 പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് ഇഷ്ടം പോലെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ, ഒത്തിരി അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ. ഇപ്പൊ നിങ്ങൾ നോക്കുക, എത്രയോ ഉസ്താദുമാരാണ് ഇപ്പൊ ആശുപത്രികളിൽ ആക്സിഡന്റ് ആയി, ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി 2ാമത്തേത് 3-ാം തീയതി, 3ാമത്തേത് 4-ാം തീയതി, 4ാമത്തേത് 7-ാം തീയതി എന്ന് പറഞ്ഞ് എത്ര ഓപ്പറേഷൻ വേണ്ടി കാത്തുകെട്ടി കിടക്കുന്നു ഒത്തിരി ഉസ്താദുമാർ. അള്ളാഹു നമ്മുടെ ഉസ്താദുമാരെ, എന്റെ പ്രിയപ്പെട്ട ഉസ്താദും ഒരു ചെറിയ അപകടത്തിൽ ഒന്ന് ഉറങ്ങിപ്പോയി, ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് അള്ളാഹു താല അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. നമ്മളെയൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആകെ ഉള്ളത് നിങ്ങളൊക്കെ ഉള്ള ദുആ, ഉസ്താദുമാരുടെ ഗുരുത്വം അവരുടെ ദുആ, മാതാപിതാക്കളുടെ പൊരുത്തം അവരുടെ ദുആ, ഇതല്ലാതെ വേറെ ഒന്നുമില്ല. എല്ലാം അജ്വഫ്, എല്ലാം ഹോൾ, ഉള്ളിലൊന്നുമില്ല. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ പറയുമ്പോൾ എന്തൊരു വിനയം പരന്നൊഴുകുകയാണെന്ന് പറയല്ല, നിങ്ങളെക്കാൾ എന്നെ പറ്റി എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നമ്മുടെ സങ്കടങ്ങൾ പറയാൻ നമുക്ക് നമ്മുടെ ഉസ്താദുമാരുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഏത് വിഷയം ഉണ്ടെങ്കിലും, ഞാൻ എൻ്റെ അഭിവന്യനായ ഉസ്താദിനെ പോലെ ഏത് പ്രതിസന്ധിയിലും അവസാനം എന്നോട് പലപ്പോഴും പറയും, ഇനി പോയി കുഴി ചാടിയിട്ട് വിളിക്കരുതെന്ന് പറയും. ആ ഒരു നിലയിൽ നമ്മൾ കുഴിയിലായി പോയാൽ മുകളിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ നമ്മുടെ ഉസ്താദുമാരിൽ വളരെ പ്രമുഖനാണ് ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. ദീനിന് ഖിദ്മ ചെയ്യാൻ, സേവനം ചെയ്യാൻ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ ഈ സമൂഹത്തിന്, സമുദായത്തിന് ഉപകരിക്കുന്ന നിലയിൽ ദഅവത്തിന്റെ, പ്രചരണത്തിന്റെ, പ്രബോധനത്തിന്റെ, പ്രഭാഷണത്തിന്റെ മേഖലകളിൽ സമ്മാനിക്കാൻ മഹാനവറുകൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതെല്ലാം ഗുരുത്വവും പൊരുത്തവും ഉള്ളത് കൊണ്ടാണ്. അള്ളാഹു നമുക്ക് അതൊക്കെ തരട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്കിനി എന്ത് ചെയ്യാം എന്നതിനെ സംബന്ധിച്ചാണ്. നമുക്കിനി എന്ത് ചെയ്യാം? ഒന്നാമത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഉസ്താദുമാരുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതാണ്, ഈ ഖബർ പ്രസംഗം ഒന്ന് നിർത്താൻ പറയണം പ്രഭാഷകന്മാരോട്, ഞാൻ അടക്കമുള്ളവരോട്. അവർക്ക് കൃത്യമായി വിഷയം കൊടുക്കണം. കഞ്ചാവിനെ പറ്റി ഒരു നബിദിനാഘോഷം എങ്ങനെയെന്നൊരു വിഷയം കൊടുക്കണം. ഇപ്പൊ കണ്ടില്ലേ, കണ്ടല്ലോ നമ്മൾ നല്ലപോലെ നബിദിനാഘോഷം. വെറുതെ ആണോ മറ്റോമാര് വേണ്ടാന്ന് പറയണത്? വെറുതെ ആണോ മറ്റോമാര് വേണ്ടാന്ന് പറയുന്നത്? വെറുതെ ആണോ? നബിദിനാഘോഷത്തിന്റെ പേരില് സിനിമാറ്റിക് ഡാൻസ്, ഗായകൻ വന്ന് പാട്ടുപാടി, നമുക്ക് ഏതെങ്കിലും കിതാബിന്റെ പുറം ചട്ടയിൽ പൊതിയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പത്രത്തിന്റെ ഏതെങ്കിലും ഒരു വരിയിൽ നിന്ന് അത് ഹലാലാക്കി എടുക്കാമെന്ന് വിചാരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ ഗായികമാരെ സ്റ്റേജിൽ കയറ്റി നിർത്തിയിട്ട് പാട്ടുപാടിയിട്ട് ഗായികമാരങ്ങോട്ട് ഇറങ്ങാൻ സദസ്സിലോട്ട്, ഇതേപോലെ 90-80 വയസ്സായ ഉപ്പാപ്പമാര് തൊപ്പിയൊക്കെ വെച്ച് വലിയ ആരിഫീങ്ങളുടെ പദവിയിലെത്തിയ ഒരുപാട് മശായിഖുമാർ എന്ന് പറഞ്ഞാൽ വലിയ പ്രായമൊക്കെ ചെന്ന് ദിക്റും വേറെ ഭൗതികമായ ഒരു ചിന്തയും ഇപ്പൊ ഇല്ലല്ലോ. അങ്ങനെയുള്ള ഖുർആൻ ഗാഫിലത്ത് എന്ന് പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടതുപോലെ കുറെ ഉപ്പാപ്പമാർ ഇരുന്ന് ഈ നബിയുടെ മദ്ഹ് ഗാനമാണെന്നും പറഞ്ഞ് കേട്ടോണ്ടിരിക്കുമ്പോ അവരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് 18 വയസ്സ് തികഞ്ഞ പെണ്ണ് അവരുടെ മുന്നിൽ നിന്നിട്ട് പാടിയും ആടിയും ഉപ്പാപ്പാടെ ദാടിയിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോണ്ടല്ലോ, ഇതൊരിക്കലും മുസ്ലിമിന്റേതല്ല. എക്സ് മുസ്ലിം ചവച്ചു തുപ്പി വിസർജ്യമായ വസ്തുക്കൾ അവരുടെ പെട്ടവരാണ് ഇവരുടെ ആഘോഷങ്ങൾ. അതുകൊണ്ട് ഇതിനെതിരെയൊക്കെ ഒരു വിഷയം, എന്താണ് നബിദിനാഘോഷം, എങ്ങനെ ആകണം? ഇപ്പൊ പലരും പറയുന്നു, നമ്മൾ അന്നേ പറഞ്ഞില്ലേ ഇത് വേണ്ടായിരുന്നു എന്ന്. ഇപ്പൊ എന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ശകലം എടുത്തിട്ട് ഇപ്പൊ പല ആളുകളും പറയാ, നമ്മൾ അന്നേ പറഞ്ഞില്ലേ മൊയ്ലിയാരെ, നിങ്ങൾ ഇപ്പൊ കാറിയിട്ട് കാര്യമില്ല, അന്ന് ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്കെതിരെ പ്രസംഗിക്കുന്നവർക്കെതിരെ നടക്കുക. അപ്പൊ എന്താകണം നബിദിനാഘോഷം? എന്താണ് നബി? എന്താണ് ആഘോഷം? എന്താണ് സന്തോഷം? എന്താണ് സന്തോഷിക്കുന്നതിന് കിട്ടുന്ന പ്രതിഫലം? ഇതിനെപ്പറ്റി പ്രസംഗിപ്പിക്കണം. അല്ലാതെ ഖബർ പണ്ട് വന്ന മലക്ക് എന്നല്ല, മാറ്റമൊന്നുമില്ലല്ലോ ചോദിക്കാൻ വരുന്ന. എപ്പോഴും റൂഹ് കുടിക്കുന്ന മലക്ക അന്ന് വന്ന ആളെ എപ്പോഴും വരുന്നത്. പിന്നെ ഈ കോവിഡ് അനന്തരം ആഫ്റ്റർ കോവിഡിൽ മലക്കിനെ മാറ്റിയിട്ടൊന്നുമില്ല, ഷിഫ്റ്റിംഗ് ഒന്നും അള്ളാഹുവിന്റെ സംവിധാനത്തിലില്ല. അതുകൊണ്ട് അതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോ മുസ്ലിം ഉമ്മത്തിന്റെ ഈമാൻ ചോർന്നു പോകാതിരിക്കാനുള്ള ഇസ്തിഖാമത്തിനെ പറ്റി പ്രസംഗിപ്പിക്കണം. ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പ്രസംഗിക്കും. ആ വിഷയം അവർക്ക് കൊടുക്കണം. നാളെ എന്ത് ചെയ്യാമെന്നതിനെ പറ്റിയിട്ടുള്ള വിഷയങ്ങൾ കൊടുക്കണം. അള്ളാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് മാറ്റമുണ്ടാക്കാൻ കേരളത്തിലെ ഒരു പ്രഭാഷണ ശൃംഖല തന്നെയുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു കണ്ണി മാത്രമാണ് ഞാൻ. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അവരുടെ വേദികൾ, സ്റ്റേജുകൾ, പേജുകൾ ഇതിനു വേണ്ടി വിനിയോഗിക്കാൻ അള്ളാഹു അവർക്ക് ആഫിയത്തും ഹിമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം?
സ്വകാര്യ നന്മകളെ സ്വായത്തമാക്കാൻ എന്ത് ചെയ്യാം? കേട്ടോളി. ഒന്ന്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അലാ അദുല്ലുക അലാ അബ്വാബിൽ ഖൈർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു നന്മയുടെ ഒരു നന്മയുടെ കവാടങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെയോ, നന്മയുടെ പ്രവേശന കമാനത്തെ പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നന്മയുടെ, പുണ്യത്തിന്റെ, അനുഗ്രഹങ്ങളുടെ കമാനമാണ്, കവാടമാണ്, പ്രവേശനമാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അത് നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് എൻട്രൻസ് ആണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതാണ്? അസ്സൗമു ജുന്നാ. നോമ്പെന്ന് പറയുന്നത് പരിചയാണ്, പ്രതിരോധത്തിന്റെ കവചമാണ് നോമ്പെന്ന് പറയുന്നത്. ഒരു നോമ്പുകാരനെ ഹറാമ് പറയൂലല്ലോ, ഒരു നോമ്പുകാരെ ഹറാമ് കാണൂലല്ലോ, ഒരു നോമ്പുകാരെ ഹറാമ് കേൾക്കൂലല്ലോ, ഒരു നോമ്പുകാരെ ഹറാമിനെ പറ്റി ആലോചിക്കില്ലല്ലോ. അവന്റെ മനസ്സിൽ ചിന്ത എന്താണ്? പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ പട്ടിണി കിടക്കുന്നത് എന്റെ അല്ലാഹ്ക്ക് വേണ്ടിയാ, അതുകൊണ്ട് ഞാനിതാ എന്ന് പ്രതിരോധത്തിന്റെ ഒരു വലിയ പരിച പോലെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാലു ഭാഗത്ത് വാളോങ്ങുന്ന പൈശാചികതയുടെ, ഹയവാനിയത്തിന്റെ, അതുപോലെ ശൈത്താനിയത്തിന്റെ, അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിന്റെ നഫ്സാനിയത്തിന്റെ, ഈ പറയപ്പെടുന്ന ശരീരേച്ഛയുടെ, ജഡികേച്ഛയുടെ, തോന്യാസത്തിന്റെ, താനോനുത്തരത്തിന്റെ, തെമ്മാടിത്തരത്തിന്റെ, ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് അവനെ കാർന്നു തിന്നുന്ന നരകത്തിന്റെ എല്ലാ വഴികളിൽ നിന്ന് അവനെ കാത്തു സൂക്ഷിക്കാൻ ഒരു പരിച പോലെ റസൂൽ പരിചയപ്പെടുത്തിയത് നോമ്പാണ്. നീ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങളെ കെടുത്തിക്കളയാൻ സ്വതക്കയ്ക്ക് കഴിയും പെങ്ങളെ. ഏതുപോലെ എന്നറിയോ? ഒരു ഉദാഹരണം പറയട്ടെ. ഒരു കാടല്ലെങ്കിൽ ഒരു റബ്ബർ എസ്റ്റേറ്റ് തീ പിടിച്ചാൽ ആരെയാ നമ്മളെ വിളിക്കുക? പെട്ടെന്ന് നമ്മളെ കറക്കി കുട്ടി വിളിക്കുമല്ലോ. ഫയർ ആൻഡ് റെസ്ക്യൂയുടെ പ്രവർത്തകർ വന്നാൽ യൂണിഫോം ധരിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ വെള്ളമൊഴിച്ചാണ് തീ കെടുത്തുന്നത്. അതേ, തീയെ കെടുത്താൻ ലോകത്ത് കഴിയുന്ന വെള്ളത്തിന് മാത്രമാ. അതുപോലെ തീയെ കെടുത്തുന്ന വെള്ളം പോലെ സദഖ നിന്റെ എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുമെന്നാണ്, കെടുത്തിക്കളയുമെന്നാണ്. അതും നമ്മുടെ വിഷയത്തിൽ പെട്ടതല്ല. പക്ഷെ അവസാനം മുത്തുനബി പറഞ്ഞതെന്തെന്നറിയോ? ഒരു സ്വകാര്യ നന്മ ഞാൻ ഉണർത്തട്ടെ. ഇതും നിങ്ങളോടുള്ള ഗുണദോഷമല്ല, എന്നോട് വസിയത്ത് ചെയ്തിട്ട് നിങ്ങളോട് രണ്ടാമത് പറയുകയാണ്. ആരെ കാണാതെ പാതിരാത്രികളിൽ നിന്റെ നിസ്കാരമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇറാഖിന്റെ നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയ അവിടെ വരുന്ന ചെറുപ്പക്കാർക്ക് കള്ളൊടിച്ചു കൊടുത്തിട്ട് ആ കള്ള് കൊടിച്ചു കൊടുത്ത പാനപാത്രം, മദ്യത്തിന്റെ പാനപാത്രത്തിന്റെ, ചഷകത്തിന്റെ എല്ലാം നിലയില് ചെറുപ്പക്കാരന്റെ കൈവെള്ളയിലേക്ക് തിരികെ വെച്ചു കൊടുത്ത മുട്ടടി പാവാട കൊടുത്തൊരു പെണ്ണുണ്ടായിരുന്നു ഇറാഖില്. ആ ഇറാഖിലെ നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയ, കള്ളൊടിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ ഏതോ ഒരു ലോകത്തേക്ക് മാസ്മരികമായി കൊണ്ടെത്തിച്ച, നൃത്തം ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്ന പെണ്ണുണ്ടല്ലോ. ആ പെണ്ണ് ഒരു നിമിഷം ചിന്തിച്ചതെന്താണ്? എന്തിനാണ് ഞാൻ എന്റെ ശരീരത്തെ മറ്റുള്ളവന്റെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്? എനിക്ക് മാറിയേ പറ്റൂ. അങ്ങനെ മാറാൻ തീരുമാനിച്ചുകൊണ്ട് ആ പെണ്ണ് ജീവിതത്തിലും മാറ്റം ആഗ്രഹിച്ചു. അങ്ങനെ ആ പെണ്ണ് ഒരാളെ കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി, പ്രേമിക്കാൻ തുടങ്ങി, പ്രണയിക്കാൻ തുടങ്ങി, ഹുബ്ബ് വെക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രേമബാധനത്തിനെ ഓർത്തുകൊണ്ട് വെള്ളം കുടിക്കാതെയായി, തിന്നാതെയായി, ഉറങ്ങാതെയായി, ഊണില്ല, ഉറക്കമില്ല. അങ്ങനെ പ്രേമബാധനത്തിനെ കാണാൻ വേണ്ടിയിട്ട് ആ പെണ്ണ് പാതിരാത്രികളെ ഉറക്കമൊടിക്കുകയാ. ഇന്നലെ വരെ ഇറാഖിലെ നിശാ ക്ലബ്ബുകളിൽ കള്ളൊടിച്ചു കൊടുത്ത പെണ്ണിന്ന് കാമുകന് വേണ്ടിയിട്ട് പാതിരാത്രി കെട്ട് പായമടക്കി വെച്ചു. എന്നിട്ട് കാത്തിരിക്കുകയാണ് തന്റെ പ്രേമബാധനത്തിന് ഒന്ന് കാണാൻ. അവസാനം ആ പെണ്ണ് ഒരു നിരാശാ കാമുകിയെ പോലെ, ഒരു ഭ്രാന്തിയെ പോലെ പാട്ടുപാടിയുണ്ട്. അജ്ബൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു.
അത്ഭുതമാണ്. ഒരു കാമുകി എങ്ങനെയാണ് ഉറങ്ങുക? എങ്ങനെയാണ് ഒരു കാമുകിക്ക് ഉറങ്ങാൻ കഴിയുക? ഓ ഉറക്കം ഈ കാമുകന് നിഷിദ്ധമാണ്, ഉറക്കം കാമുകിക്ക് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പാട്ട് പാടാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, രാത്രികളെ മാറ്റിവെച്ച് ഉറക്കമൊഴിച്ചു. തന്റെ പ്രേമവാദനത്തിനു വേണ്ടി കാത്തിരുന്ന പെണ്ണുണ്ടല്ലോ. ഏത് പെണ്ണാണ് ഇറാഖിലെ നിശാ ക്ലബുകളിലെ പാനപാത്രം പിടിച്ചു വരുന്ന ചെറുപ്പക്കാരന്റെ പാനപാത്രത്തിലും മദ്യമൊഴിച്ചു കൊടുത്ത് അവനെ പാട്ടുപാടിയിട്ട് ഏതോ ഒരു ലോകത്തേക്ക് പായിപ്പിച്ച മാസ്മരിക ശക്തിയുള്ള പെണ്ണ്. ആ പെണ്ണ് ഇന്ന് പാതിരാത്രിയുടെ നിശയുടെ നിശബ്ദതകളെ, രാത്രിയുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആ പെണ്ണ് മാറ്റിവെച്ച തന്റെ കാമുകന് വേണ്ടിയിട്ടാണ്. തന്റെ കാമുകനേതാണ്? സർവാധിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവേശ്വരനായ സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ അല്ലാഹ്. ഏതാണ് പെണ്ണെന്നല്ലേ? ആ പെണ്ണിന്റെ പേര് ഞാൻ ഇവിടെ പറഞ്ഞാൽ സഹോദരങ്ങളെ, അബ്ദുറസാഖ് മസ്താന്റെ പാദസ്പർശനം കൊണ്ട്, കോട്ടുപ്പയുടെ പാദസ്പർശനം കൊണ്ട്, ഹസൻ ഉസ്താദിന്റെ പാദസ്പർശനം കൊണ്ട്, സഹോദരങ്ങളെ മഹാരഥന്മാരായ ആരിഫീങ്ങളുടെ കാൽപാദം കൊണ്ട് ധന്യമായ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ആ പെണ്ണിന്റെ പേര് ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചുണ്ടുകളിലെ തത്തിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ഏതാണ് ആ പെണ്ണെന്നല്ലേ? ബീവി റാബിയത്തുൽ അദബിയ. റാബിയത്തുൽ അദബിയ റളിയല്ലാഹു അൻഹാ പാതിരാത്രികളെ മാറ്റിവെച്ചത് എന്തിനാണ്? അതാണ് സ്വകാര്യ നന്മകളിൽ ഒന്നാമതായി സ്വായത്തമാക്കേണ്ടത്. അതേത് നന്മയാണ്? സലാത്തുർ റജ്ലി മിൻ ജൗഫിൽ ലൈലി. ഒരു പായയിൽ കിടന്ന തന്റെ പ്രിയപ്പെട്ടവര്, തന്റെ പായയിൽ കിടന്ന തന്റെ കട്ടിലിൽ കിടന്ന തന്നോടൊപ്പം ചേർന്ന് കിടന്ന തന്റെ പ്രിയപ്പെട്ടവന് ഉറങ്ങിക്കിടക്കുമ്പോ എഴുന്നേറ്റുകൊണ്ട് അല്ലാഹുവിനെ നമസ്കരിക്കാൻ നിനക്ക് കഴിയോ? അതാണ് പെങ്ങളെ ഒന്നാമത്തേത്. പാതിരാത്രിയുടെ നിശബ്ദതകളിൽ പാതിരാ നമസ്കാരം നിർവഹിക്കുവോ എന്ന് ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ ശൈഖുനാ കെ.പി. ഹസ്രത്ത് ഉസ്താദ് അവர்கள் ഉദ്ഘാടനം ചെയ്ത ആ തൈക്കാവല്ലേ നേരിട്ട് ബഹുമാനപ്പെട്ട കല്ലൂർ മുസ്ലിം ജമാഅത്ത് ഏറ്റെടുത്ത് നടത്തുന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വകാര്യമായ തൈക്കാവുകളാണെങ്കിൽ ആദ്യമായി ഒരു തൈക്കാവില്, ആദ്യമായി പള്ളിയല്ലാത്ത സമാന്തരമായ ഒരു പള്ളി ഒരു നാട്ടിലെ നിസ്കാരത്തിന് വേണ്ടി സുജൂദ് ചെയ്തെങ്കിൽ അത് ഈ മണ്ണിലാണെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ പറയുകയാ, ഇവിടെ വന്ന് ജമാഅത്തായി നമസ്കരിക്കുമ്പോ ആളുകൾ കാണാറുണ്ട്. നിങ്ങളുടെ സങ്കീർണ ഘട്ടങ്ങളിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആരും കാണാതെ കോൺക്രീറ്റ് സൗധത്തിന്റെ ഉള്ളറകളിൽ നീ കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഗാഠനിദ്രയിലാകുന്ന സമയത്ത് എഴുന്നേക്കുമോനെ, ഒന്നുവെടുക്കുമോനെ, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ നീ 2 റക്അത്തൊന്ന് സുജൂദ് ചെയ്യ്. എന്നാ നിനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ? നിന്റെ നിർണായക ഘട്ടങ്ങളിൽ നിന്റെ റബ്ബിനോട് എടുത്തു പറയാൻ നിനക്കൊരു തുറുപ്പ് ചീട്ടായി. അല്ലാഹു തൗഫീഖ് തരട്ടെ. പാപ്പ ഏത് ആവശ്യം വന്നാലും ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന നമ്മുടെ പണപ്പെട്ടിയിലെ ആ അവശേഷിക്കുന്ന ആ കരുത്തൽ പണം പോലെ നമുക്കൊരു നന്മ. ഒന്ന് നിസ്കാരം, ഒന്ന് നമസ്കാരം, ഇനി രണ്ട് അരമണിക്കൂർ കൊണ്ട് 1-2 കാര്യങ്ങളൂടെ പറയണം. ശ്രദ്ധിച്ചോളി. രണ്ടാമത്തേത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം, ഈ പറയുന്ന കാര്യം. നിസ്കാരം ആർക്കും കഴിയാത്തതൊന്നുമല്ലല്ലോ, എല്ലാവർക്കും കഴിയൂലേ നിസ്കാരം? അങ്ങനെ കഴിയാത്തവരാരാളുള്ളത്? നമ്മുടെ ഈ പറയപ്പെടുന്ന നമസ്കാരം ആർക്കാണ് കഴിയാത്തത്? രണ്ടാമത് പറയുന്നത്, പ്രത്യേകിച്ച് സഹോദരിമാര് നന്നായിട്ട് കേൾക്കണം. ഉറങ്ങുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഉണർത്തിയേക്ക്. ഉറങ്ങുന്നു തോന്നുന്നില്ല അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ. കാരണം സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണ് രണ്ടാമത് പറയേണ്ടത്. ഒന്ന് നിസ്കാരം. അള്ളാഹു കഴിയാത്തതൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ലല്ലോ. മല മറിക്കാൻ അല്ല പറഞ്ഞില്ലല്ലോ, മല ചുമക്കാൻ നമ്മോട് പറഞ്ഞില്ലല്ലോ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. കഴിയാത്ത ഒന്നും അല്ല പറഞ്ഞിട്ടില്ല. പണിഷ്മെന്റ് കൊടുത്തു മുഖം മറച്ച് നടന്നതിന്. അവസാനം അതേ സ്ഥലത്ത് മുഖം മറയ്ക്കാതെ നടന്നാൽ പണിഷ്മെന്റ് രേഖപ്പെടുത്തി. ഒരു മുസ്ലിം പെണ്ണ് കല്ലൂരിലൂടെ തലമറച്ച് നടക്കുമ്പോൾ ആ മുസ്ലിം പെണ്ണ് ഏത് സമയത്തും അവൾ തലമറച്ച് നടക്കേണ്ടവളാണ്. ഹൈന്ദവ മതവിശ്വാസം അനുസരിച്ച് തലമറക്കേണ്ട ബാധ്യത അവർക്കില്ല. പക്ഷേ നല്ല ചൂടാണെങ്കിൽ അവര് പെട്ടെന്ന് സാരി തുമ്പ് തലയിലേക്ക് പിടിച്ചിടും.
ഇത് മോളെ ചൂടായാലും തണുപ്പായാലും വെയിലായാലും കാർമേഘം ഇരുണ്ടുമൂടി കിടക്കുമ്പോഴും രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നീ ഇത് ചെയ്യണം. ഇസ്ലാം യുസ്ർ, ഇന്ന ദീന യുസ്ർ, എളുപ്പമാണ്, സിമ്പിൾ. അതാണ് പരിശുദ്ധ ഇസ്ലാം. നമുക്ക് കഴിയാത്തതൊന്നും അല്ല പറഞ്ഞില്ല. 50 വഖത്ത് നിസ്കാരം അന്ന് ഈ ഇടയ്ക്ക് മൂസാ നബി അലൈഹിസ്സലാം ഇടപെട്ടുകൊണ്ട് ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ വാഴലങ്ങാനം വെക്കാൻ പറ്റുമോ? കല്യാണം നടത്താൻ പറ്റുമോ? അല്ലെങ്കിൽ തന്നെ കല്യാണത്തിന്റെ അന്ന് ലോറികരിക്കുന്ന ഏത് പെണ്ണും പെണ്ണിന്റെ വാപ്പായോ ഉള്ളത്? ആരുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് രാത്രിയിലെ നമസ്കാരം നമുക്ക് കഴിയുന്ന കാര്യമാണ്. ഇനി രണ്ടാമത്തെ കാര്യം കേട്ടോ. രണ്ടാമത്തെ കാര്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ പറയുന്ന സ്വകാര്യ നന്മയാണ്. ആരും അറിയില്ല ഇത്. ഒന്ന് നിസ്കാരം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളെങ്കിലും നിസ്കരിച്ചാൽ പറയുന്ന ഞാനായാലും മതി, അല്ലാഹു എനിക്ക് അതിന്റെ പ്രതിഫലം തരും. എന്റെ 2 മണിക്കൂർ ഫലപ്രദമായി. രണ്ടാമത്തേത്, ഞാൻ അങ്ങ് പോയി പ്രസംഗം കഴിഞ്ഞ് ഉസ്താദിന്റെ വീട്ടിൽ കയറി ഉസ്താദിനെ കണ്ട് ഞങ്ങൾ അങ്ങ് പോയി. നിങ്ങൾ രാത്രി വീട്ടിൽ ചെന്നിട്ട് ഈ ഇരിക്കുന്ന ഇത്രയും സഹോദരിമാരിലും സഹോദരങ്ങളിലും ആരെങ്കിലും ഒരാള് അല്ലാഹുവേ ഞങ്ങൾക്ക് ഇന്ന് പ്രസംഗിച്ച നവാസ് മന്നാനിയുടെ ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണം എന്ന് നിങ്ങൾ ദ്വാരന്നാൽ, ഞാൻ അറിയില്ല കാര്യം, ഞാൻ അറിയില്ല. പക്ഷേ ഞാൻ അറിയാതെ നിങ്ങൾ രഹസ്യമായി ചെയ്ത ആ ഒരു ഇബാദത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് രണ്ടാമത്തത് ഒരാളുടെ അസാന്നിധ്യത്തിലുള്ള ദുആ. അതാണ് സ്വകാര്യ നന്മകളുടെ 2. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മൻ ദഅ ലി അഖീഹി ബിൽഗിരിൽ ഗൈബി ഖാലൽ മലകുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ. എത്ര വ്യക്തമായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ മൻ ദഅ ലി അഖീഹി തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ ബിൽഗിരിൽ ഗൈബി അവന്റെ മുന്നിൽ വെച്ചല്ല. ചിലരെ മുന്നിൽ വെച്ച് കാണുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്തിന്റെ തടകി ഇങ്ങനെ തടകി നല്ലൊരു മസാജ് ചെയ്യുന്ന സുഖം ഉണ്ടാവും. ചിലർ തടകടണ്ട തടകിട്ട് പറയും അല്ലാഹു നിങ്ങൾക്ക് ആഫിയത്ത് തരട്ടെ, നിങ്ങൾക്ക് സുഖം തരട്ടെ, നല്ലത് തരട്ടെ എന്നൊക്കെ പറയും. നമ്മൾ ഇങ്ങനെ ആ ഒരു കുളിരിൽ അങ്ങോട്ട് പോകുമ്പോൾ അവൻ പറയും യവന അറിയോ ഇവൻ മറ്റവനാ എന്ന് പറയും. അതുകൊണ്ട് നമ്മുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ തട്ടി അർശിക്കയറ്റുന്നവന്മാരെയൊക്കെ പുച്ഛമാണ്. കാരണം എന്താ? നമ്മളെ കാണുമ്പോ ഇങ്ങനെ പൊക്കി പറയുന്നവൻ നമ്മളില്ലാത്തപ്പോ നമ്മളെ പറ്റി മോശമായി പറയുന്നവനായിരിക്കും. നല്ലവനാണെങ്കിൽ നമ്മൾ അറിയാതെ നമുക്ക് വേണ്ടി ദ്വാരക്കണം. നിന്റെ നല്ല കൂട്ടുകാരനാരാ? നിന്നെ കാണുമ്പോ അള്ളാനെ പറ്റി പറയുക, നീ ഇല്ലാത്തപ്പോ നിന്നെ പറ്റി അള്ളാനോട് പറയുക. അതാണ് കൂട്ടുകാരൻ. കൂട്ടുകാരനാരാ? നിന്നെ കാണുമ്പോ നിന്നോട് പറയേണ്ടത് മുഴുവനും അള്ളാഹുവിനെ പറ്റിയാകണം. നീ ഇല്ലാത്തപ്പോ അള്ളാഹുവിനോട് നിന്നെ പറ്റി പറയണം. അതാണ് കൂട്ടുകാരൻ. നമുക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് ആരെങ്കിലും ഒരാള് തന്റെ അഭാവത്തിൽ സഹോദരന് വേണ്ടി ദുആ ചെയ്താൽ ഖാലൽ മലകുൽ മുഅക്കലു ബിഹി, ഈ ദുആ രേഖപ്പെടുത്താൻ അല്ലാഹു തആല ഏർപ്പാട് ചെയ്തൊരു മലക്കുണ്ട്. ആ മലക്ക് നിന്റെ അടുക്കലേക്ക് ഓടിയെത്തുന്നതാണ്. എന്നിട്ടോ ആ മലക്ക് പറയും ആമീൻ, അല്ലാഹുവേ ഈ ദുആ സ്വീകരിക്കണേ അല്ലാ. അപ്പറപാപ്പുറം പറഞ്ഞ് മലക്ക് നിർത്തൂല. വലക ബിമിസ്ലി, ഇതുപോലെ നിനക്കും കിട്ടട്ടെ. അപ്പൊ നമുക്കും അതിൽ പങ്കായില്ലേ? അപ്പൊ ആരും അറിയാ, നമുക്ക് ഭയങ്കര ലുബ്ധാണ്. ആരെങ്കിലും പറയുന്നു ദ്വാരക്കണേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കിൽ അങ്ങ് പറയും വലിമൻ ഔസാനാ ബിദ്ദുആ, അല്ലാഹുവേ പടച്ചവനെ എന്നോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ മതി. അത് ടോട്ടലിസ്റ്റ് ചെയ്ത് പറഞ്ഞത് ഓക്കെ. പക്ഷേ അതിന്റെ ഉള്ളിൽ നമ്മൾ പ്രധാനമായി നമ്മളോട് സങ്കടങ്ങൾ പറഞ്ഞ ഒരാളുടെ കാര്യം നമ്മൾ എടുത്തുന്ന ദ്വാരെന്നാൽ ഒരാൾ മാനസികമായി ഇപ്പൊ സങ്കടത്തിലാണ്. അല്ലാഹുവേ അവന്റെ മനസ്സിന്റെ വേദന നീ മാറ്റിക്കൊടല്ല, നിനക്കല്ലേ കഴിയൂ റബ്ബേ. അവൻ അറിയുന്നു പോലും ഞാൻ നിന്നോട് ചോദിക്കുന്നത് അത്രയും അവൻ സങ്കടപ്പെട്ടിരിക്കുക. അല്ലാ എനിക്ക് പോലും മനസ്സലിഞ്ഞെങ്കിൽ അല്ലാ ഒരു മാതാവിന് മക്കളോടുള്ള സ്നേഹത്തിന്റെ 100 ഇരട്ടിയുള്ള നിനക്ക് മനസ്സലിയുമല്ലോ പടച്ചവനെ, നീ അവന് മനസ്സമാധാനം കൊടല്ല എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡിൽ ആമീൻ എന്ന് പറഞ്ഞൊരു മലക്ക് നിന്റെ അടുത്ത് വന്നിട്ട് പറയും ആമീൻ വലക ബിമിസ്ൽ, നിനക്കും അല്ലാഹു ഇതുപോലെ തരട്ടെ, മനസ്സിന് സമാധാനം തരട്ടെ. അപ്പൊ ദുആ എങ്ങനെ വേണം?
ഉറക്കെ നിലവിളിച്ചിട്ട് എന്നോട് ചില സംഘാടകർ പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ നല്ല ദുആ ആയിരിക്കണം, ദുആ ചെയ്യുമ്പോൾ പെണ്ണുങ്ങളെ രോമമൊക്കെ എണീച്ചിരിക്കണമെന്ന്. അതെങ്ങനെ ദുആ? എനിക്കറിഞ്ഞു, രോമ എണീപ്പിച്ചുള്ള ദുആ എനിക്കറിഞ്ഞൂടാ. എത്രയോ സ്ഥലങ്ങൾ നമ്മളിപ്പോ അല്ലാഹുവേ നീ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റബ്ബേ എന്നിങ്ങനെ പറഞ്ഞാൽ ഓ ദുആയൊക്കെ കാണാനായിരുന്നു, കൊള്ളത്തില്ല. അതേസമയം അല്ലാഹ് എന്ന് പറഞ്ഞ എന്തൊരു ദുആ, എന്തൊരു ദുആ. കൊളപ്പുറ ഉസ്താദിന്റെ ദുആ സമ്മേളനത്തിന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്നോട് വന്നിട്ട് ഒരാൾ പ്രസംഗം ഡേറ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു ദുആക്ക് പിന്നെ ആരെ വിളിക്കാനാ? ബഹുമാനപ്പെട്ട ശൈഖുന ജാമിയ മന്നാനിയ യൂണിവേഴ്സിറ്റിയിലെ 1-ാം നമ്പർ റൂമിനകത്ത് കിടപ്പുണ്ട്, അദ്ദേഹത്തെ പോയി വിളിക്കെന്ന് പറഞ്ഞു. അപ്പൊ 1-ാം നമ്പർ റൂം എന്ന കിടപ്പോ ഈ നിയമസഭ കണക്കാണ് അവർക്ക് തോന്നിയത്. മന്നാനിയയിൽ ചെന്ന് 1-ാം നമ്പർ റൂമിനകത്തൊരു ഇടുങ്ങിയ വാതിലിലൂടെ അകത്ത് കയറിയിട്ടൊരു ഒരു ചെറിയ കട്ടിലിൽ ഒരു മനുഷ്യ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിനെ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചാന്ത് പറ്റി. ഓ, കാണാനൊക്കെ ഒരു ചെറിയ മനുഷ്യനല്ലേ. ഇപ്പൊ അതുകൊണ്ട് ദുആക്ക് നിങ്ങൾ നോക്കി, ഇജാബത്തുണ്ട്, പ്രസംഗമുണ്ട്, കാണാനും മൊഞ്ച. നാളെ വരുന്ന തങ്ങൾ സരസ് നിറഞ്ഞിരിക്കും. ഇതാ കാര്യം അറിയോ? സയ്യിദ് മുത്തുക്കോയ തങ്ങളുടെ പ്രത്യേകത പലതാണ്. ഒന്ന്, സാധാരണ തങ്ങന്മാരൊന്നും പ്രസംഗിക്കാറില്ല, അവര് ദുആ എന്നിട്ട് പോകും. പക്ഷേ മുത്തുക്കോയ തങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രസംഗിക്കും. 2, ഒരു തങ്ങളാണെന്ന് പറഞ്ഞ് നമുക്ക് കാണുമ്പോ കണ്ണും കൽബും നിറച്ച് കാണാൻ പറ്റും. നമുക്ക് വലിയ കടപ്പാടുള്ള ഒരു മനുഷ്യനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എനിക്ക് വ്യക്തിപരമായി വലിയ ബന്ധം, വലിയ കടപ്പാട്, തീരാത്ത കടപ്പാട് എനിക്ക് ബഹുമാനപ്പെട്ട തങ്ങളുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ തങ്ങൾ നാളെ ഇവിടെ ദുആക്ക് വരും. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ദുആ നമ്മളൊന്ന് പതുക്കെ ചെയ്താൽ ഇപ്പൊ ദുആ ആരും കാണാതെ ചെയ്യുന്ന നല്ലല്ലോ. ദുആ എന്നാൽ ആമീൻ പറയും, ആവേശത്തോടെ ഞാൻ പറയും. നമ്മളിങ്ങനെ പതുക്കെ പറഞ്ഞാൽ എല്ലാവരും അലസന്മാരായി പോകും. അതുപോലെ ഒരുപാട് നീട്ടിക്കൊണ്ട് പോവുകയും ചെയ്യരുത്. ദുആ അവസാനം കൈ കുഴഞ്ഞിട്ട് ഇത് റബ്ബിനോടാ ചോദിക്കുന്നത്. നമ്മൾ ഒരാളെടുത്ത് എന്നിട്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെടുത്ത് നിന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ അഴകുഴമ്പൻ രീതിയിൽ ചോദിച്ചാൽ അയാൾക്ക് ദേഷ്യം വരൂലേ? ചോദിക്കുമ്പോൾ നല്ല സ്മാർട്ടായിട്ട് ചോദിക്കണ്ടേ, നഷാത്ത് ഉന്മേഷത്തോടു കൂടി ചോദിക്കണ്ടേ. അപ്പൊ ആ ഉന്മേഷം നഷ്ടപ്പെടുമ്പോൾ അങ്ങ് നിർത്തിയേക്കണം. അല്ലാതെ 2 മണിക്കൂർ നീട്ടിക്കൊണ്ടു പോകുന്ന ദുആ ഒന്നും അല്ല വേണ്ടത്. 2 മിനിറ്റ് മതി എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട്. അല്ലാഹുവേ, ഒരു സ്ഥലത്ത് നിന്നപ്പോൾ ഒരാളുടെ ദുആ, പടച്ചവനെ നീ പാസ്പോർട്ട് കൊടുക്കണേ അല്ലാ, നീ ആധാർ കൊടുക്കണേ അല്ല, റേഷൻ കാർഡ് കൊടുക്കണേ അല്ല. ഇപ്പൊ അതിനെക്കാലം അള്ളാഹു നീ അവന് വേണ്ടതൊക്കെ കൊടുക്കണമെന്ന് വരുന്ന പോലെ. അള്ളാഹ്ക്കറിയാലോ അവന് ആധാർ വേണം ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ, റേഷൻ കാർഡും വേണം മണ്ണെണ്ണ വാങ്ങിക്കണമെങ്കിൽ, പാസ്പോർട്ട് വേണം അവന് വേറെ വെളിയിൽ പോകണമെങ്കിൽ. ഇതെല്ലാം എടുത്തെടുത്ത് പറയുമ്പോൾ അത്രയും ആളുകൾ ബുദ്ധിമുട്ടല്ലേ? അവസാനം അവർ എങ്ങനെയൊക്കെയോ ആമീൻ പറയുന്നു, ഉറങ്ങി ഒന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യുന്നത് അസാന്നിധ്യത്തിൽ ദുആ ചെയ്താൽ അതിന് നിങ്ങൾക്കും പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല, വളരെ രഹസ്യമായി നിങ്ങൾ ദുആ എന്നാൽ പരസ്യമായി ദുആ ഇറക്കിയതൊക്കെ നല്ലതാണ്. ഞാൻ അത് എപ്പോഴും പറയുന്നില്ല. നിങ്ങൾ ഉള്ള പൈസ മൊത്തം നിങ്ങൾ ഇതിന്റെ ചെലവിന് വേണ്ടി കൊടുത്തോളൂ. ഇതാ ഇപ്പൊ കയ്യിൽ കൊണ്ടുവന്ന പൈസ അത്രയും ഇവിടെ നന്നായിട്ട് ദുആ ഇറക്കും. ഈ സദസ് 40 പേരുള്ളിടത്തൊക്കെ ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ട്. ഒരുപാട് ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ശരിയാണ്, നിങ്ങൾ തരണം. ദുആ ഇറക്കും, നല്ല കാര്യമാണ്. ദുആക്ക് ഇജാബത്തുണ്ട്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞ ഉള്ളൂ. പക്ഷെ ഒന്നറിയേണ്ടത്, ഏത് പ്രശ്നങ്ങളും നമ്മളൊന്ന് രഹസ്യമായി റബ്ബിനോട് ദുആ ഇറക്കണം. ദുആ എന്നാൽ അസംഭവ്യമായത് സംഭവിക്കും. മുഹാൽ എന്ന് പറഞ്ഞാൽ അസംഭവ്യം അല്ലേ? പക്ഷെ മുഹാലായത് സംഭവിപ്പിക്കാൻ കഴിവുള്ള അത്രയും വലിയ ഒരു മരുന്നാണ് ദുആ. കേട്ടോളി, ഞാൻ ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് അടുത്ത വിഷയം പോവാം. ചെറിയൊരു സംഭവം പറഞ്ഞുതരാം. നിങ്ങൾ തന്നെ അത്ഭുതപ്പെടാൻ. ഞാൻ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ഷടാ, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. ഒരിക്കലും മക്കളില്ലാത്ത ഒരാൾ ദുആ ഇറക്കുക. ഒരാൾ മക്കളില്ല, അദ്ദേഹത്തിന് മക്കളില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഖുർആൻ ഇത്രയും മനോഹരമായി പറഞ്ഞ ഒരു കാര്യം നമുക്ക് പ്രസംഗിക്കാനും കേൾക്കാനും ജീവിതത്തിൽ അത് അനുഭവിക്കാനും ഒക്കെ വലിയൊരു സുഖമാണത്. അല്ലാഹു പറയുകയാണ്, ദിക്റു റഹ്മതി റബ്ബിക അബ്ദുഹു സക്കരിയ. ഓ പ്രവാചകരെ, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ കഥ നിങ്ങൾ കേൾക്കണേ നബിയേ. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നിങ്ങൾ പഠിക്കണേ മുഅ്മിനീങ്ങളെ. ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയാ. സക്കരിയ നബി അലൈഹിസ്സലാം പതിഞ്ഞ സ്വരത്തിൽ ദുആ ചെയ്തപ്പോൾ, ഒന്ന് കേട്ടോ,
സക്കരിയ നബി അലൈഹിസ്സലാം വളരെ ഗോപ്യമായ നിലയിൽ, സ്വകാര്യമായ നിലയിൽ ദുആ ചെയ്തപ്പോൾ എന്തായിരുന്നു ദുആ? അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഖാല റബ്ബി ഇന്നി വഹനൽ അളമു മിന്നി. അല്ലാഹുവേ, എന്റെ എല്ലെല്ലാം വളഞ്ഞുപോയി, എന്റെ എല്ലാ അസ്ഥിയും ശോഷിച്ചു പോയി. അല്ലാഹ്, പ്രായാധിക്യം കൊണ്ട് എന്റെ എല്ലുകൾക്ക് ബലക്ഷയം വന്നു പോയി. അല്ലാഹ്, അല്ലാഹുവേ, എന്റെ തല ഈ നരയാൽ പ്രകാശിക്കുന്നു റബ്ബേ. ഒരു മനുഷ്യന്റെ പ്രായം മനസ്സിലായില്ലേ? ഇപ്പോ കാലും കൈയൊക്കെ തളർന്ന്, വലിയ ബലമൊന്നുമില്ല, ക്ഷയിച്ചു. നര ബാധിച്ചിട്ട് നരച്ച് കൊരച്ചു ആ മനുഷ്യൻ. സഹോദരങ്ങളെ, അങ്ങനെ നര ബാധിച്ചു. വലമ്മകും ബിദുആഇക റബ്ബി ശഖിയാ. എന്നെ നരബാധിച്ചെങ്കിലും എന്റെ അസ്ഥികൾ ശോഷിച്ചു പോയാലും റബ്ബേ, എന്റെ ദുആക്ക് ഞാൻ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അല്ലാഹ്, ചോദിച്ചതൊക്കെ നീ തന്നിട്ടുണ്ടല്ലോ റബ്ബേ. അതുകൊണ്ട് നാഥാ, എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, വഇന്നീ ഖിഫ്തുൽ മവാലിയ മിൻ വറായി. എനിക്ക് ശേഷം ഒരു അനന്തരവനില്ലാത്ത വിഷമം എനിക്കുണ്ട് റബ്ബേ. മക്കളില്ല അല്ലാഹ്. എന്താ കാരണമെന്ന് നിനക്കറിയുമല്ലോ. വകാനത് ഇംറഅതി ആഖിറ. അല്ലാഹുവേ, എന്റെ ഭാര്യ മലടിയാണ്. ആഖിർ വേറെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ആഖിറല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ആഖിറല്ല. അവര് ആഖിർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഞാനങ്ങ് പറയട്ടെ, അതിന്റെ അർത്ഥം മച്ചി, മലടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, പ്രസവിക്കൂല, അതാണ് ആഖിറ. പക്ഷെ ഇബ്രാഹിം നബിയുടെ ഭാര്യ അങ്ങനല്ല. ഇബ്രാഹിം നബിക്ക് മക്കളെ കൊടുക്കാത്തതാണ്. കാരണം ഇബ്രാഹിം നബി ദ്വാരന്നില്ലല്ലോ എന്റെ ഭാര്യ മലടിയാണ്, മച്ചിയാണ്, ആഖിറത്താണെന്നില്ല. സക്കരിയ നബി അലൈഹിസ്സലാം ദുആയിരുന്നു, പടച്ചവനെ, എന്റെ എല്ലെല്ലാം തുരുമ്പിപ്പോയി, എന്റെ മുടിയെല്ലാം നരച്ചുപോയി. അല്ലാഹുവേ, എന്റെ ഭാര്യയാണെങ്കിലോ പ്രസവിക്കാത്തവളാണ്. ഫഹബിലി മില്ലദുങ്ക വലിയാ. എന്നാലും എന്നെ കൈയൊഴിയല്ല അല്ലാഹ്, എനിക്ക് നീ ഒരു കുഞ്ഞിനെ തരണേ അല്ലാഹ്. ഏത് ഗൈനക്കോളജിക്ക് പറയാൻ കഴിയും ഈ നൂതന സംവിധാനങ്ങളിലൂടെ നടന്നു പോകുമ്പോ? കർണാടകയിലെ മംഗലാപുരം കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ തൊട്ടുതാഴെ ഒരു അപകടം നടന്നപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ലിംഗം തെറിച്ചുപോയി. ആ മനുഷ്യനെ പെട്ടെന്നെടുത്ത് കൊണ്ടുപോകുമ്പോ സഹോദരങ്ങളെ, കസ്തൂർബ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയപ്പോ വിദഗ്ധമായ ചികിത്സയിലൂടെ ഒരു വിരല് സർജറി ചെയ്തെടുത്തിട്ട് അത് ലിംഗമായി പിടിപ്പിച്ചിട്ട് ഉദ്ധാരണ ശേഷി ഉണ്ടാക്കി കൊടുത്ത ലോകം. സുബ്ഹാനല്ലാഹ്, എന്തൊരു ലോകമാണിത്! ആ ലോകത്ത് നിന്ന് നമുക്ക് പറയാ, ഇന്ന് ഏതെങ്കിലും ഒരു പ്രസവിക്കാത്ത പെണ്ണിനെ എന്ന് പറഞ്ഞാല് ഗർഭപാത്രമില്ലാത്ത പെണ്ണിനെ, അല്ലെങ്കിൽ ഗർഭാശയം ഇല്ല, ഗർഭാശയത്തിന്റെ ഉപയോഗമില്ലാത്തൊരു പെണ്ണ് പ്രസവിക്കുമെന്ന് പറയോ? കാക്ക മലർന്ന് പറക്കണ്ടേ? പക്ഷേ സക്കരിയ നബി പറഞ്ഞത്, അല്ലാഹുവേ, എന്റെ നെല്ലുകളെല്ലാം ശോഷിച്ചോ, എന്റെ മുടിയെല്ലാം നരച്ചോ. പടച്ചവനെ, ഞാൻ എന്നാലും എന്റെ ഭാര്യ പ്രസവിക്കാത്തവളുമാണ്. എന്നാലും നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഫഹബിലി, ഒരു ഗിഫ്റ്റ് തരുവോ? മില്ലദുങ്ക വലിയ. നിന്റെ അടുക്കൽ നിന്ന് ഒരു വലിയനെ, ഒരു അനന്തരവനെ നീ എനിക്ക് തരുവോ അല്ലാഹ്? അല്ലാഹുവിന്റെ വിളിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു, കാത് കൂർപ്പിച്ചിരിക്കുകയാണ് സക്കരിയ നബി. ആ സമയത്ത് അല്ലാഹു വിളിക്കുകയാ. സഹോദരങ്ങളെ, ദുആടെ പവർ കണ്ടോ? സക്കരിയ നബി കാത്തിരുന്നു. മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ സക്കരിയ നബി അലൈഹിസ്സലാം നടുകടലിൽ കിടക്കുന്നവന് കച്ചിത്തുരുമ്പിനു വേണ്ടി യാചിക്കും പോലെ സക്കരിയ നബി അലൈഹിസ്സലാം ഇങ്ങനെ കാത് കൂർപ്പിച്ചിരുന്നു. എന്നെ വിളിക്കുന്നോ എന്റെ അല്ലാഹ്, എന്നെ വിളിക്കുന്നോ എന്റെ അല്ലാഹ്. പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഒരു വിളി വരികയാണ്. യാ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം.
ഓ സക്കരിയ നബിയേ, നിങ്ങൾക്ക് ഞാനിതാ ഒരു പുത്രനെ കൊണ്ട് നിങ്ങളെ സന്തോഷം തരികയാ. എന്തൊരു സന്തോഷമാ സക്കരിയ നബിക്ക്. സക്കരിയ നബിക്ക് അല്ലാഹു മകനെ കൊടുത്തെന്ന് മാത്രമല്ല, ആ മകന് പേരും അല്ലാഹു തന്നെ ഇട്ടുകൊടുത്തു. എന്നിട്ട് ഏത് പേരാണ് അല്ലാഹു ഇട്ടുകൊടുത്തത്? അല്ലാഹു തന്നെ പറയട്ടെ, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ. യഹ്യ എന്ന മോനെ ഞാൻ നിങ്ങൾക്ക് അങ്ങ് തന്നേക്കാം. പ്രസവിക്കും മുമ്പ് തന്നെ അറിഞ്ഞു തനിക്കുണ്ടാകുന്നത് ഒരു മോനാണെന്ന്. അതാണ് അല്ലാഹ്. ഇന്ന് തലകുത്തി നിന്നാൽ അറിയുമോ ആണാണ് പെണ്ണാണെന്ന്? സഹോദരങ്ങളെ, ആണായാലും പെണ്ണായാലും പുറത്തു വരുമോ അകത്ത് തന്നെ കിടക്കുവോ പറയാൻ പറ്റുവോ? ഒരു ഡെലിവറിക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങുന്ന തലസ്ഥാന നഗരിയിലെ ഹോസ്പിറ്റലുകൾ, ചൈനയിലും യൂറോപ്പിലും പോയി വിദഗ്ധമായ പഠനം കഴിഞ്ഞ് ഡിഗ്രിയുടെ അകമ്പടി സേവിച്ച് മടങ്ങി വന്ന ഗൈനക്കോളജിസ്റ്റ് ഇവർക്ക് കഴിയുമോ പറയാൻ ഈ കുട്ടി പ്രസവിച്ചതിന് ശേഷം വളരുമെന്ന്? കഴിയില്ല. പക്ഷെ അല്ലാഹ്ക്കറിയാം. യാ സക്കരിയ, ഓ എന്റെ സക്കരിയ നബിയേ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, ഒരു മോനെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾക്ക് സന്തോഷമാണോ? അവന്റെ പേര് ഇസ്മുഹു യഹ്യ, അവന്റെ പേര് യഹ്യയാണ്. ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കരിയ നബിക്ക് കൊടുക്കുന്ന സമ്മാനമേക്കണോ? സക്കരിയ നബിയെ, യഹ്യ യഹ്യ എന്ന് നിങ്ങൾ മോനെ വിളിക്കുമ്പോ ഈ ഭൂമി ലോകത്ത് ഇന്നേ വരെ ഇങ്ങനെ ഒരാൾ വിളിച്ചിട്ടില്ല. എന്തേ? ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. ഇതിനു മുമ്പ് യഹ്യ എന്ന പേര് ലോകത്ത് വേറെ ആർക്കുമില്ല. മലടിയായ പെണ്ണ് പ്രസവിച്ചു. തുരുമ്പി എല്ല് തുരുമ്പിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന പ്രായം, മുടി നരച്ചു പോകുന്ന വയോവൃദ്ധനായ വാർദ്ധക്യത്തിന്റെ പടവുകൾ കയറിയ മനുഷ്യൻ. പക്ഷേ അല്ലാഹു മുഹാലായതിനെ നേടിക്കൊടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതൊന്നേ ഒന്ന്, ഒറ്റ കാര്യം. അതേതാ? ഇദ്നാദാ റബ്ബഹു നിദാൻ ഖഫിയ. ആളുകൾ കേൾക്കൊക്കെ ഉറക്കെ ഒന്ന് ദ്വാരക്കലല്ല, ചെയ്തോളൂ. പക്ഷേ ഒറ്റക്കിരുന്ന് നീ അള്ളാഹുവിനോട് കൈനീട്ടാൻ നിനക്ക് കഴിയണം. സ്വകാര്യ നന്മയാണ്. രണ്ടാമത്തേത്, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ.